ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ വളരെ വിശേഷതയേറിയൊരു പഠന പരമ്പര റോമാലേഖനം. റോമാലേഖനത്തിൽ നിന്നുള്ള 93-ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. റോമാലേഖനം, വിശ്വാസത്താലുള്ള നീതീകരണം, ഇതാണ് പുസ്തകത്തിൻ്റെ പ്രമേയം. ഈ വിഷയമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എപ്രകാരം മനുഷ്യന് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും? പാപത്താൽ വിദൂരത്തിലായിപ്പോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ, നഷ്ടപ്പെട്ട, ആത്മീകമായി മരിച്ചു കിടക്കുന്ന മനുഷ്യന് എപ്രകാരമാണ് തിരിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്? അതവൻ്റെ സ്വന്തം കഴിവുകൊണ്ടോ കർമ്മത്തിലൂടെയോ അല്ല, കൃപയാൽ, വിശ്വാസത്താൽ ദൈവം തന്ന രക്ഷകനായ കർത്താവ് യേശുക്രിസ്തു, ലോകരക്ഷകനായ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നതിലൂടെ ദൈവത്തിൽ നാം വീണ്ടും അംഗീകരിക്കപ്പെടുന്നു, നീതീകരിക്കപ്പെടുന്നു. ദൈവം നമ്മെ നീതിമാന്മാരായി കണക്കിടുന്നു. നമ്മൾ നീതിമാന്മാരല്ല എങ്കിലും ദൈവത്തിൽ കർത്താവ് യേശുക്രിസ്തു എന്ന ദൈവപുത്രനായ രക്ഷകരിൽ വിശ്വാസം അർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മുടെ അകൃത്യങ്ങൾ കണക്കിടാതെ നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു. ഈ നീതീകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് 5-ാം അധ്യായ റോമാലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3 അടിസ്ഥാന സത്യങ്ങൾ നമ്മൾ ആ പുസ്തകത്തിൽ നിന്ന്, അധ്യായത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ആദ്യത്തെ 11 വാക്യങ്ങൾ റോമാലേഖനം 5-ാം അധ്യായം. ആദ്യമായി നമ്മൾ പഠിക്കേണ്ടതായ സത്യം യഥാർത്ഥ സമാധാനത്തെക്കുറിച്ചാണ്. യഥാർത്ഥമായ സമാധാന യുദ്ധങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കോലാഹലങ്ങളുമെല്ലാം ഇല്ലാതിരിക്കുന്നൊരവസ്ഥയല്ല സമാധാനമെന്ന് വചനം പറയുന്നത്. യഥാർത്ഥ സമാധാനം കർത്താവ് യേശുവിൻ്റെ സാന്നിധ്യമാണ്, ദൈവ സാന്നിധ്യമാണ് യഥാർത്ഥ സമാധാനം. അപ്പോൾ 1-2 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവദേശത്തിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ഒന്നാമതായി നാം കണ്ടത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന് ലഭിക്കുന്ന ആദ്യത്തെ അനുഗ്രഹം, നീതീകരിക്കപ്പെട്ടതിൻ്റെ ആദ്യത്തെ അനുഗ്രഹം, ദൈവത്തോട് സമാധാനമുണ്ട്. നാം വിഷയത്തെക്കുറിച്ച് വിശദമായി കണ്ടു. ദൈവത്തോട് സമാധാനം. ശത്രുക്കളല്ല, സമാധാന ഉടമ്പടി ഒപ്പിട്ടു, ശത്രുത്വം അവസാനിച്ചു. ദൈവത്തോട് സമാധാന ബന്ധം, അതിൻ്റെ അനുഗ്രഹമായി ദൈവസമാധാനവും നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ അനുഗ്രഹം വളരെ വിലയേറിയതാണ്. നാം ദൈവകൃപയിൽ നിൽക്കുകയാണ്. നീതീകരിക്കപ്പെട്ടതിൻ്റെ ഒരു അനുഭവമാണ്, അനുഗ്രഹമാണ് ദൈവകൃപയിലേക്ക് പ്രവേശിക്കപ്പെട്ടു. ഇവിടെ ദൈവകൃപ എന്ന് ഉപയോഗിക്കുന്ന വാക്ക് നാം എഫേസ്യർ 2:8-9 വാക്യങ്ങളിൽ പറയുന്ന പോലെ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസമുള്ള രക്ഷിക്കപ്പെട്ടിരിക്കുന്ന പറയുന്ന അവസ്ഥയല്ല. കർത്താവ് യേശുവിനോട് ചേരുവാൻ സ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പ് നമുക്കത് കൃപയാൽ മാത്രമാണ് സാധ്യമാകുന്നത് എന്ന വിഷയത്തിലല്ല. ഇത് നാം നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി പ്രവേശിക്കുന്ന പ്രതലം, പ്രവേശിക്കുന്ന ഇടം, അത് കൃപയിലേക്കാണ്. അവിടെ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി മാത്രമല്ല, രക്ഷയിൽ നിലനിൽക്കുവാനും കൃപ വേണം. ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നയിക്കാൻ, ദൈവമഹത്വത്തിനനുസരിച്ച് ജീവിക്കുവാൻ കൃപ വേണം. ആ കൃപയിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. കൃപയിൽ നാം നിൽക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം കൃപയിൽ നിന്ന് വീടില്ലെന്നല്ല. ഗലാത്യലേഖനം 5-4 വാക്യം പൗലോസ് താക്കീത് തന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ, ക്രിസ്തുവിൽ തന്നെ വിശ്വസ്തയോടെ നിന്നില്ലെങ്കിൽ, നമ്മളറിയാതെ പഴയ പ്രമാണ വഴികളിലേക്ക് മടങ്ങിപ്പോയാൽ വീണുപോകും. കൃപയിൽ നിന്ന് വീണുപോകും. ദൈവത്തിൻ്റെ സഹായം പിന്നെ ഉണ്ടാകില്ല. ഇവിടെ നിൽക്കുന്നവൻ തോന്നുവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം നിൽക്കുക എന്ന വാക്ക് ആവശ്യപ്പെടുന്നത് വിശ്വസ്തരായി നമ്മെ നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് നിൽക്കണമെന്നാണ്. അവിടെ നാം നിൽക്കണം. എഫേസ്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലന് പറയാനുള്ളത് ഇപ്രകാരമാണ്. എഫേസ്യർ 6:14 പൗലോസ് പറഞ്ഞു, നിങ്ങൾ അരയ്ക്ക് സത്യം കെട്ടിയ നീതി എന്ന കവചവും ധരിച്ചും സമാധാന സുവിശേഷമുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി എല്ലാറ്റിനും ഇത് ദുഷ്ടൻ തീയും പൊക്കിയും കെടുക്കുവാൻ തക്കുന്ന വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. നാം നിൽക്കേണ്ട ഒരു വിശേഷതയേറിയ നിലയുണ്ട്. ആ നിലയിൽ നിൽക്കണം. അത് നമ്മുടെ കടമയാണ്. നാം സ്വതന്ത്ര ചിന്താഗതിയുള്ളവരാണ്, സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള കഴിവുള്ളവരാണ്. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, പാവയല്ല. കൃപയാൽ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നാം തീരുമാനമെടുത്തപ്പോഴും നമുക്ക് സ്വതന്ത്രമായ ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ളവരാണ്. തീരുമാനമെടുത്ത് രക്ഷയിലേക്ക് പ്രവേശിച്ച് കൃപയിലേക്ക് നിൽക്കുന്നവരായിട്ടും നമുക്കും ആ കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ സുവിശേഷം അനുസരിക്കാൻ നാം തീരുമാനമെടുത്തു ദൈവകൃപയാൽ. അതേപോലെ ഈ കൃപയിൽ നിൽക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനമെടുക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് ഒരിക്കൽ പറയുകയുണ്ടായി. തിമോത്തിയോസിനുള്ള 2-ാം ലേഖനത്തിൻ്റെ 1-ാം വാക്യത്തിൽ, 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ, എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക.
ഒരു ദൈവവചനെ സംബന്ധിച്ച് കൃപയിൽ ശക്തിപ്പെടുക എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. അതിനനുസരിച്ച് ജീവിക്കണം. പത്രോസിൻ്റെ ഭാഷയിൽ പത്രോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പത്രോസ് ഇപ്രകാരമാണ് അധ്യായം അവസാനിപ്പിക്കുന്നത്: നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ, കൃപയിലും പരിജ്ഞാനത്തിലും വളരുവിൻ എന്നാണ് തുടങ്ങുന്നത്. കൃപയിലും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. ഒരു വളർച്ച, ഒരു പുരോഗനം ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ കൃപയിൽ നിൽക്കുക എന്ന് പൗലോസ് അപ്പോസ്തലൻ റോമലേഖനം 5 പറയുന്നതിന് അതിൽ കൊടുക്കാത്ത അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കരുത്. അതോടൊപ്പം തന്നെ അതിനെ കുറച്ച് കാണുകയും ചെയ്യരുത്. ഈ ഭാഗം, ഈ പ്രബോധനം, കൃപയിൽ പ്രവേശിച്ച് നാം നിൽക്കുന്ന ഈ കൃപ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ നിശ്ചയമുള്ള, ഉറപ്പുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഒരു പരിഭാഷയിൽ ഇങ്ങനെ പറയും: നാം ഉറപ്പോടുകൂടി സുരക്ഷിതരായി നിൽക്കണം. ആ സ്ഥലത്താണ് നമ്മളെ കൊണ്ട് നിർത്തിയ സ്ഥലത്ത് സുരക്ഷിതരായി ഉറപ്പോടെ നിൽക്കണം. റോമലേഖനം 8-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി എൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു: ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ഇത്ര അനുഗ്രഹീത ചിന്തയാണ്. ദൈവത്തിന് നമ്മോടൊരു ചായ്വുണ്ട്, നമ്മോടൊരു അനുകൂലമുണ്ട്. ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ ചൊരിയാൻ തയ്യാറാണ്. ദൈവം നമ്മളെ നശിപ്പിച്ച് കളയാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മളെ വിടുവിക്കാൻ, വീണ്ടെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മുഖം തിരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകാം. ദൈവത്തോട് മുഖം തിരിച്ച് ദൈവത്തെ നിഷേധിച്ച് തള്ളിക്കളയാം, അനേകർ ചെയ്തിട്ടുള്ളതുപോലെ. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ കർത്താവ് യേശുവിൽ കടന്നു വന്നിട്ടുള്ള ഓരോ വ്യക്തിയോടും ദൈവം ആവശ്യപ്പെടുന്നത് അനുസരണമുള്ള വിശ്വാസത്തോടെ കർത്താവിൽ ഉറച്ചു നിൽക്കുക. ആ ദൈവകൃപയുടെ പ്രതലത്തിൽ എവിടെ കൊണ്ട് നിർത്തിയോ അവിടെ നിൽക്കുക എന്നാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ദൈവ കൃപ കിട്ടുന്ന സ്ഥലമാണ്, ദൈവ സഹായം ലഭിക്കുന്ന സ്ഥലമാണ്. അത് ക്രിസ്തുവിലാണ്. അവിടെ നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മുടെ ഹൃദയത്തിന് സമാധാനം തരുന്നില്ലെങ്കിൽ മറ്റൊരു അവസ്ഥയും തരില്ല. ഇതാണ് ക്രിസ്തുവിലുള്ള സമാധാനം. മൂന്നാമതായിട്ട് 2-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, റോമലേഖനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം യേശുവാണ് ഇതിനെല്ലാം കാരണക്കാരൻ. കൃപയിലേക്കുള്ള പ്രവേശനം നമുക്ക് അവൻ മൂലം വിശ്വാസത്തിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കണം, പ്രത്യാശയിൽ സന്തോഷിക്കണം. മൂന്നാം നമ്മുടെ ആവശ്യം: ആദ്യം ദൈവത്തോടുള്ള സമാധാനം, 2 കൃപയിൽ നിൽക്കുക, 3 പ്രത്യാശയിൽ പ്രശംസിക്കുക. ഇപ്പോൾ ദൈവകൃപയുടെ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ച സമാധാനത്തിൻ്റെ മറ്റൊരു നേട്ടമാണ് ദൈവ തേജസ്സിൽ പ്രത്യാശയുള്ളവരാകുക. അപ്പോൾ ഇത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിൻ്റെ ഒരു അനുഗ്രഹമാണ്. ദൈവകൃപയിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഒരു അനുഗ്രഹമാണ്. നാം ദൈവത്തിൻ്റെ കൃപയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അനുഗ്രഹീതമായൊരു സ്ഥലത്തേക്കാണ് കൃപയാൽ പ്രവേശിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ കൃപയിലേക്ക്. ഇത് അനുഗ്രഹത്തിൻ്റെ സ്ഥലമാണ്. അത് ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് നമുക്ക് സ്വതന്ത്രമായ പ്രവേശനം. ഒരിക്കൽ നമ്മൾ അകറ്റപ്പെട്ടു, നമ്മളെ വേലി കെട്ടി അകറ്റി നിർത്തി, കെരൂബുകളെ കൊണ്ട് കാവൽ നിർത്തി, അകത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. അവിടേക്കാണ് നമുക്ക് ആ ദൈവത്തിൻ്റെ തേജസ്സേറിയ സാന്നിധ്യത്തിലേക്ക് നമുക്കിന്ന് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ് കൃപയാൽ, ക്രിസ്തു മൂലം. യോഹന്നാൻ 14:6 ക്രിസ്തു പറഞ്ഞു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിലുള്ള മാർഗം യേശുവാണ്. യേശുവിലൂടെ അല്ലാതെ ഒരാൾക്കും ദൈവസന്നിധി പ്രവേശിക്കാൻ കഴിയില്ല. എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അവിടെ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും: അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. അവൻ മൂലം, ക്രിസ്തു മൂലം, യഹൂദനും പുറജാതികൾക്കും ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. 3-ാം അധ്യായം 12-ാം വാക്യം എഫേസ്യ ലേഖനത്തിൽ, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. അപ്പോൾ യേശുവിലൂടെ മാത്രമേ ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ പറ്റൂ. യേശുവിലായിരിക്കണം. യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു, യേശുവിനെക്കുറിച്ച് പാട്ടുപാടി, യേശുവിനെക്കുറിച്ച് കഥ എഴുതി, ഇതൊന്നുമല്ല. യേശുവിനെക്കുറിച്ച് 250 പേരുകൾ ഞാൻ കാണാതെ പഠിച്ചു, ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല. യേശുവിൽ വരണം. കർത്താവ് യേശുവിലൂടെ ചേർക്കപ്പെടണം. മുന്തിരിവള്ളിയും കൊമ്പെന്ന പോലെ യേശുവിനുള്ളൊരു ബന്ധം, ആത്മിക ബന്ധത്തിലായിരിക്കണം. അത് വളരെ ആവശ്യമാണ്. എബ്രായ ലേഖനത്തിൽ വളരെ മനോഹരമായി പൗലോസ് അപ്പോസ്തലൻ ഈ അനുഗ്രഹീതമായ അവസ്ഥയെ വിവരിക്കുന്നത് ശ്രദ്ധിക്കുക. എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രേഷ്ഠതയേറിയ ഉദാത്തമായ ദൈവിക സത്യങ്ങളാണ് ഈ വേദഭാഗങ്ങൾ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം, അതായത് കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നു നമ്മൾ ഏറ്റുപറഞ്ഞ ആ ഏറ്റുപറച്ചിൽ, ആ വിഷയം, ആ സത്യത്തെ മുറുകെ പിടിച്ചുകൊള്ളുക.
നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത്. ഇനി ശ്രദ്ധിക്കുക, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലണം. നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് വേണ്ട സഹായവും കൃപയും ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിലായിരിക്കണം കൃപാസനത്തിനടുക്കിലേക്ക് ധൈര്യമായി ചെല്ലണം. ഇത് തന്നെ 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ എബ്രായ ലേഖൻ പറയുന്നത് ശ്രദ്ധിക്കാം. എബ്രായ ലേഖൻ 6:19-20. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കിസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവാണ് ഇതിനുള്ള കാരണം. നമുക്ക് വേണ്ടി മുമ്പിൽ പോയിരിക്കുകയാണ്, സ്വർഗത്തിലേക്ക് നമുക്ക് വഴികാട്ടിക്കൊണ്ട്. മഹാപുരോഹിതൻ അവിടെ നമ്മളെ സഹായിക്കാൻ അവിടെയുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് വേണ്ട ഒരാൾ അവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെ കയറി ചെല്ലാം, വിളിച്ചപേക്ഷിക്കാം. എബ്രായർ 7:25 പറയുന്ന പോലെ, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. ഇപ്പോൾ ദൈവത്തോട് അടുക്കുന്നത് ആര് മുഖാന്തരമായിരിക്കണം? യേശു. ഭൂമിയിൽ മറ്റാരിലൂടെയും നമ്മൾ മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്ന വിശുദ്ധന്മാരും വിശുദ്ധകളുമായ പല മനുഷ്യരെ വഞ്ചിക്കുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുന്നതിനുമായി പലരും പലതും കൊണ്ട് അവതരിപ്പിക്കാറുണ്ട്. ഇവരിലൂടെ ഒന്നും ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലില്ല. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു ആത്മാവും ദൈവത്തിൻ്റെ അടുക്കൽ പ്രവേശിക്കാൻ പറ്റില്ല. നമ്മൾ വ്യക്തമായി പറഞ്ഞു, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. കാരണം ഏക മധ്യസ്ഥൻ യേശുവാണ്, നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റേതാണ്. യേശു മുഖാന്തരമാണ് ഇരുപക്ഷക്കാർക്കും പിതാവിൻ്റെ അടുക്കൽ പ്രവേശനം, ഏകാത്മാവിൽ. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. പൂർണ്ണമായി രക്ഷിക്കാൻ മനുഷ്യന് ആവശ്യമുള്ള എല്ലാ സഹായം നൽകി തരാൻ യേശു ശക്തനാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 25 വാക്യങ്ങൾ വായിക്കുമ്പോഴും ഇത് കാണാം. അതുകൊണ്ട് ഈ സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലണം. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം, പരമാർത്ഥ ഹൃദയം, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായി വീണ്ടും ജനിച്ച ദൈവമക്കളായി അടുത്ത് ചെല്ലാൻ ആവശ്യപ്പെടുകയാണ്. പ്രത്യാശയുടെ സ്വീകാരം. നാം എന്താണോ പ്രത്യാശിക്കുന്നത്, ആ പ്രത്യാശിക്കുന്നതിനെ നമ്മൾ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ചതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തതിന് വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്ക് ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക എന്ന് വ്യക്തമായി ആവശ്യപ്പെടുന്നു. അപ്പോൾ ദൈവ തേജസ്സിൽ പ്രത്യാശിക്കുന്നു, ദൈവത്തിൻ്റെ തേജസ്സിൽ പ്രത്യാശിക്കുകയാണ്. വരാൻ പോകുന്ന ദൈവ തേജസ്സിൽ പ്രത്യാശയോടെ ജീവിക്കുന്നു നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച്. അപ്പോൾ ദൈവ തേജസ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നാണ്. ഏതും തോട്ടം വെച്ച് മനുഷ്യർ നഷ്ടപ്പെട്ടത് പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി, ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവരായി. ഈ ശരീരം കൊണ്ടത് അനുഭവിക്കാൻ പറ്റില്ല. ദൈവമനുഷ്യർ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആത്മീകമായ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ, ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യനെ ദൈവം പുനഃസ്ഥാപിക്കുന്ന ക്രിസ്തുവിൽ, ആദാമിൽ നഷ്ടപ്പെട്ടത് ക്രിസ്തുവിൽ തിരികെ തരികയാണ്. അപ്പോൾ ഈ വിശ്വാസത്താലുള്ള പ്രവേശനമാണ്. റോമലേഖനം 3:20 മുതൽ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന റോമലേഖനം 5-ാം അധ്യായത്തിലെ 12 മുതലുള്ള വേദഭാഗങ്ങൾ ആദാമിൽ നഷ്ടപ്പെട്ടത് ക്രിസ്തുവിൽ എങ്ങനെ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് വിശദമായിട്ട് അവതരിപ്പിക്കും പൗലോസ്. ഇപ്പം രക്ഷിക്കപ്പെട്ടവരായ നാം, അതായത് നീതീകരിക്കപ്പെട്ടവരായ നാം, ദൈവം നമ്മോട് പറയുന്നത് നിൽക്കണം. എവിടെ നിർത്തിയോ അവിടെ നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കരുത്, അവിടെ നിർത്തണം, അവിടെ നിൽക്കണം. നാം കൃപയിൽ നിൽക്കണം, കൃപ ലഭിക്കുന്ന സ്ഥലത്ത് നിൽക്കണം. ഇപ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ എന്താണ് സുവിശേഷം എന്ന് വ്യക്തമായി പറഞ്ഞു പൗലോസ്. തിരുവെഴുത്തിൻ പ്രകാരം ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. നിങ്ങളോട് ഞാൻ സുവിശേഷിച്ചത് നിങ്ങൾ നിൽക്കുന്ന സുവിശേഷം, നിങ്ങൾ നിൽക്കുന്നതും അത് നിങ്ങൾ പിടിച്ചുകൊള്ളണം. നിങ്ങളെ രക്ഷിക്കുന്ന, നിങ്ങൾ വിശ്വസിച്ച ആ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊള്ളണം. എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെയാണ്. എഫേസ് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം അവിടെ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തെ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന്, എല്ലാം സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കണം. ഇതിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുകയും. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിലും ആദാം മുതൽ മോശ വരെ വാണിരുന്ന മരണം, എന്നാൽ ലംഘനത്തിൻ്റെ കാര്യത്തിലും കൃപാവരത്തിൻ്റെ കാര്യത്തിലും ഒരുപോലെയല്ല. അങ്ങനെ ആദാമും ക്രിസ്തുവും നമ്മളെ താരതമ്യം അവിടെ കാണിക്കും. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ച് നോക്കാം. ഗലാത്യർ 5:1 പറഞ്ഞ്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം, അതിൽ ഉറച്ചു നിൽപ്പീൻ.
അടിമനുഖത്തിൽ പിന്നെയും കൊടുക്കുന്നത്. ഉറച്ചു നിൽക്കുക എന്നുള്ളത് വലിയൊരു ആവശ്യകതയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-23 നമുക്ക് വായിച്ച് നോക്കാം. ഈ വേദഭാഗങ്ങൾ മനഃപൂർവ്വം വായിക്കുകയാണ്. ഇപ്പോഴെങ്കിലും നമ്മളത് കേൾക്കണം. വെറുതെ നമ്പർ പറഞ്ഞാൽ കാര്യമല്ല. അതുകൊണ്ട് വായിച്ച് കേൾപ്പിക്കുന്നു. ദൈവം പറയുന്നത് എന്താ നമ്മൾ കേൾക്കണം. കൊലോസ്യർ 1-ാം അധ്യായം 21 മുതൽ, മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു ആകാശത്തിന് കീഴെ സകല സൃഷ്ടിയുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുപിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന്, ഒരു പ്രത്യാശ, സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. പണ്ടൊരിക്കൽ സ്നാനപ്പെട്ടു, പണ്ടൊരിക്കൽ ദൈവവൈതലായിരുന്നു, പണ്ടൊരിക്കൽ കർത്താവിൻ്റെ സഭയിൽ അംഗമായിരുന്നു, പിന്നീട് അത് ഉപേക്ഷിച്ചു. ഒരു പ്രത്യാശ അവർക്കില്ല. പ്രത്യാശ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ലഭിച്ച അവസരം നഷ്ടപ്പെടുത്തി. നിൽക്കേണ്ടടുത്ത് ദൈവം നിർത്തിയെടുത്ത് നിന്നില്ല. അപ്പോൾ ഈ ദൈവ തേജസ്സിൽ പ്രത്യാശിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം എന്താണ്? നീതീകരിക്കപ്പെട്ടത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തികൾക്കാണ് ലഭിക്കാൻ പോകുന്ന, വരാൻ പോകുന്ന ദൈവ തേജസ്സിൽ പ്രത്യാശയോടെ നിൽക്കാൻ കഴിയുന്നത്. നീതീകരിക്കപ്പെടാത്തവർക്ക് സാധിക്കില്ല. കാരണം പ്രത്യാശ എന്ന വാക്ക് നമ്മൾ വായിച്ചത് റോമർ 5:2 നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ, അതാണ് നമ്മുടെ പ്രത്യാശ. പ്രത്യാശ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹവും ആത്മാർത്ഥമായ പ്രതീക്ഷയും. നാം ആഗ്രഹിക്കുന്ന കാര്യം ആത്മാർത്ഥമായി അത് ലഭിക്കുമെന്ന പ്രതീക്ഷ. വെറുതെ ഒരു സംശയത്തിലുള്ള ചിന്തയല്ല, ഒരു ആഗ്രഹമല്ല. ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തത് ആത്മാർത്ഥമായി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് പ്രത്യാശ. ഇത് വിശ്വാസികളെ സംബന്ധിച്ച് ആത്മാർത്ഥമായ പ്രതീക്ഷ, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യം, അതിനെ തുടർന്നുള്ള സകല അനുഗ്രഹങ്ങളും. റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 25 വാക്യങ്ങൾ വളരെ വിശദമായിട്ടത് പറയും. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 25 വാക്യങ്ങളിൽ ഈ ലോകവും ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളും നാം രക്ഷിക്കപ്പെടുന്നത് പ്രത്യാശയാലാണ്. കാണുന്നതിനായിട്ട് നമ്മൾ പ്രത്യാശിക്കുന്ന എന്തിന്, കാണാത്തതിനായി പ്രത്യാശിക്കുന്നെങ്കിലും അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നാം കാത്തിരിക്കുന്ന ആ ഒരു അനുഗ്രഹത്തിനാണ്, പ്രത്യാശിക്കുന്ന അതിനുവേണ്ടിയാണ് ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ. ഇപ്പോൾ വളരെ വ്യക്തമായി നമുക്കത് കാണാൻ സാധിക്കും. അപ്പം പ്രത്യാശ സമാധാനം പോലെ പ്രത്യാശയും ക്രിസ്തുവാണ്. പ്രത്യാശയും ക്രിസ്തുവാണ്. തിമോത്തിയോസ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് ഇപ്രകാരം അവതരിപ്പിക്കും. തിമോത്തിയോസിനെ എഴുതിയ 1-ാം ലേഖനം 1-ാം ലേഖനത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തുവിൻ്റെയും. യേശുക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശ. കൊലോസ്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ വിഷയം ആവർത്തിക്കുന്നു. കൊലോസ്യർ 1:26 മുതൽ 28 വരെ ഇവിടെ പറയുന്നത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറിഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. മഹത്വത്തിൻ്റെ പ്രത്യാശ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനും ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യരോട് സകല ജ്ഞാനത്തിലൂടെ ഉപദേശിക്കുകയും ചെയ്യും. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു. അപ്പം ഈ ദൈവദേശത്തിൻ്റെ പ്രത്യാശയിലാണ് പ്രശംസിക്കുന്നത്, സന്തോഷിക്കുന്നത്. റോമലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും ഇപ്രകാരമാണ് പൗലോസ് അപ്പോസ്തലൻ റോമിലുള്ള വിശ്വാസികളോട് ഓർമ്മിപ്പിച്ചത്. 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം അവിടെ പറയുന്ന ഇപ്രകാരമാണ്: ആശയിൽ സന്തോഷിപ്പിൻ. ആശ എന്തിനെയാണോ ആശിക്കുന്നത് അത് സന്തോഷിക്കണം. അപ്പോൾ ഈ പ്രത്യാശയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവ തേജസ്സാണ്. നാം പ്രത്യാശിക്കുന്ന പ്രത്യാശയുടെ ലക്ഷ്യം ദൈവ തേജസ്സാണ്. കർത്താവ് യേശുവിൻ്റെ വരവെങ്കിൽ പ്രത്യക്ഷമാകുന്ന ദൈവ തേജസ്. ക്രിസ്തുവിൻ്റെ വരവെങ്കിലാണ് അത് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറഞ്ഞു. പത്രോസിനെക്കുറിച്ച് പറയുമ്പോൾ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ അതിൻ്റെ 3-ാം വാക്യം മുതൽ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ 13 വരെയുള്ള വേദഭാഗം നീണ്ടൊരു വായനയാണ്, മുഴുവൻ വായിക്കുന്നില്ല. ഇതിൽ ചില വാക്യങ്ങൾ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി.
അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രത്യാശയെക്കുറിച്ച് വിവരിക്കുകയാണ്. സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ക്ഷയം, മാലിന്യ, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിന് ഞാൻ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രത്യാശയെ അവതരിപ്പിക്കുകയാണ്. യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇങ്ങനെ ഇടവരും. അവനെ കണ്ടിട്ടില്ലെങ്കിൽ അവൾ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ കാണുമ്പോൾ വരാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരുടെ ക്രിസ്തുവിന് ആത്മാവ്, ക്രിസ്തു വരേണ്ട കഷ്ടങ്ങളെ, പിൻവരുന്ന മഹിമയെയും മുമ്പ് കൂട്ടി സാക്ഷീകരിച്ചതിനെക്കുറിച്ചൊക്കെ പറയുന്നു. ഇപ്പം നാം ഒരു പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടത്. ഇപ്പം 3 തവണ റോമലേഖനം 5-ാം അധ്യായം ആദ്യത്തെ 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ 3 തവണ ഈ വാക്ക് കാണാം. സന്തോഷിക്കുന്നു, ഉല്ലസിക്കുന്നു, ആനന്ദിക്കുന്നു എന്ന അർത്ഥം വരുന്ന ഇംഗ്ലീഷിൽ എക്സൾട്ട് എന്ന വാക്ക്. സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കല്ല അത്. ദൈവദേശത്തിൽ പ്രത്യാശിക്കുന്നു. റോമലേഖനം 5-ാം വാക്യത്തിൽ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നാം ചെയ്തു കൂട്ടുന്ന ആത്മീക കാര്യങ്ങളെക്കുറിച്ച് നാം അഹങ്കരിക്കുന്നത് ദൈവം അനുവദിച്ചിട്ടില്ല. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നതിൽ തെറ്റില്ല. ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഞാൻ എന്ത് ചെയ്തു എന്ന് നമ്മെ തന്നെ വീമ്പടക്കുന്ന, നമ്മിൽ തന്നെ പ്രശംസിക്കുന്നത് ദൈവത്തിൽ നീതിയുള്ള കാര്യമല്ല. പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതുമ്പോൾ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് പറഞ്ഞു. ഗലാത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലും പൗലോസ് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഗലാത്യർ 6:14 എനിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രശംസിക്കണം. ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്തു എന്നതിൽ പ്രശംസിക്കണം. അപ്പോൾ ഇവിടെ റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നോക്കുമ്പോൾ അവിടെ റോമർ 5:11 ഇങ്ങനെ കാണാം. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൽ പ്രശംസിക്കണം. ഇതേ പുസ്തകത്തിൻ്റെ റോമർ 15:17 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഈ വാക്ക് എവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് നോക്കിയാണ്. ക്രിസ്തു യേശുവിൽ എനിക്ക് ദൈവസംബന്ധമായ പ്രശംസയുണ്ട്. ക്രിസ്തു യേശുവിൽ ദൈവസംബന്ധമായ പ്രശംസയുണ്ട്. കർത്താവ് യേശുവിൽ ദൈവം എനിക്ക് ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ പ്രശംസിക്കുകയാണ്. അതൊരു കാരണമാണ് ദൈവത്തെ പ്രശംസിക്കാൻ. അപ്പോൾ ഈ വാക്ക് നമ്മൾ കൂടുതലായിട്ട് ഇനി കാണാൻ പോവുകയാണ്. അപ്പോൾ നീതീകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹം, ദൈവത്തോട് സമാധാനം, കൃപയിൽ പ്രവേശനം, നമ്മുടെ പറഞ്ഞ കൃപയിൽ നിൽക്കാൻ പറഞ്ഞു, അവിടെ തന്നെ ഉറച്ചു നിൽക്കാൻ പറഞ്ഞു, കൃപയിൽ ബലപ്പെടാൻ പറഞ്ഞു. പിന്നെ ദൈവ തേജസ്സിൽ പ്രശംസിക്കുന്നു. വരാൻ പോകുന്ന ദൈവത്തിൻ്റെ തേജസ് അതെന്താണ്, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇത് നീതീകരിക്കപ്പെട്ട ദൈവപൈതലിന് മാത്രം സ്വന്തമാണ്. കർത്താവ് യേശുവിൽ കടന്നു വന്ന് ദൈവത്തോടുള്ള ബന്ധം പ്രവേശിച്ച, ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിച്ച ഒരു ദൈവപൈതലിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ്. അല്ലാതെ വേറെ ആർക്കും ലഭിക്കില്ല. ഈ അനുഗ്രഹത്തിലേക്ക് വേറെ ആർക്കും കവർന്നെടുക്കാൻ പറ്റില്ല. ദൈവം തരുന്ന അനുഗ്രഹമാണ്, ക്രിസ്തുവിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹമാണ്. ഇത് ക്രിസ്തുവിൽ കടന്നു വരുന്നവർക്കുള്ളതാണ്. ഇവിടെ ക്രിസ്തുവിൽ എത്തുക, ക്രിസ്തുവിനോട് ചേരുക, അതാണ് അനുഗ്രഹത്തിൻ്റെ ഉറവിടം. ക്രിസ്തു നമ്മുടെ സമാധാനം മാത്രമല്ല, ക്രിസ്തു നമ്മുടെ പ്രത്യാശ കൂടിയാണ്. നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു, ദൈവദേശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ക്രിസ്തു, നമുക്ക് വേണ്ടി ഇന്നും നിലനിൽക്കുന്ന മഹാപുരുഷനെ ശുശ്രൂഷ ചെയ്യുന്ന ക്രിസ്തു, താൻ മുഖാന്തരമേ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ ജീവിക്കുന്ന, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, തക്ക സമയത്ത് കരട തന്ന് നമ്മളെ സഹായിക്കുന്ന ക്രിസ്തു. ആ കർത്താവിനെ നഷ്ടപ്പെടുത്തരുത്. ജീവിതയാത്രയിൽ ജീവിതത്തിന് അർത്ഥമില്ലാതെ പോകും. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.